വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഡേ 16 ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരുപാട് വലിയ കോണ്ടന്റ് ഒന്നുമല്ല, ചെറിയ ചെറിയ കോണ്ടന്റുകളും. പിന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് രണ്ട് ടാസ്ക്, പണിപ്പുറയിലോട്ടുള്ള എൻട്രിക്ക് വേണ്ടി രണ്ട് ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഇന്ന് നടന്നതിൽ. രാവിലെ തന്നെ കിടിലൻ ഡാൻസ്, അതിലൊരു സുപ്രഭാതം വിളിച്ചിട്ട് അനീഷും ഉണ്ടായിരുന്നു. നേരെ ഡാൻസ് കഴിഞ്ഞ് നേരെ ഫോക്കസ് പോയത് അപ്പാനി ശരത്ത് അക്ബറും. അതിൽ അവർ തമ്മിൽ നോർമൽ കോൺവെർസേഷൻ, അവർ ആ ഒരു ടീം കോൺവെർസേഷനും അവരുടെ ടാക്ടിക്സും ഗെയിം പ്ലാൻസും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പാനി മറ്റേ ഡോക്ടർ റോബിൻ്റെ ഒരു ഓൾഡ് ഡയലോഗ് കോപ്പിടിക്കുന്നുണ്ട്. നീ പോയിട്ട് ഞാൻ പുറത്താവും എന്നുള്ള ഡയലോഗ്. അതായത് ഷാനവാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അത് മൂപ്പകൾ പറഞ്ഞത്. അതായത് ഷാനവാസ് എവിക്റ്റഡ് ആയിട്ട് അപ്പാനി ഔട്ട് ആവുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ്. ദാറ്റ് റിമെമ്പേഴ്സ് മീ അബൌട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതായത് മൂപ്പള് സുജാത, ആ സീസണിൽ ഒരു സുജാത, ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ടായിരുന്നു. മൂപ്പറാൾ ഔട്ട്, അത് കിഡിലും വൺ ഓഫ് ദ ഫേമസ് ആനായിരുന്നു. മൂപ്പറാൾ പറയുന്ന ആൾക്കാരാണ് ആദ്യം എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് ഫോക്കസ്. കിച്ചണിൽ പോയിട്ട് നേരെ എന്താണ് ഓറഞ്ച് മിസ്സിങ് എന്തോ കേസും കാര്യങ്ങളും കോൺവെർസേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പാനി പറയുന്നുണ്ട് ഏകദേശം 14 ഓറഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പം 7 ഓറഞ്ച് ഉള്ളൂ, ആരാണ് എടുത്തതെന്ന് അറിയില്ല. പിന്നെ അത് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് വന്നിട്ട് അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നു. അത് വലിയൊരു ക്ലാഷിലോട്ട് മാറുന്നു. ഫസ്റ്റ് എന്താണ് അതിൻ്റെ ഇടയ്ക്ക് റന ഫാത്തിമ വരുന്നു. റന ഫാത്തിമ ഈസ് ന്യൂജൻ തന്നെ കേട്ടോ, ഒരു ഇതുമില്ല, പക്ക ന്യൂജൻ കുട്ടി തന്നെ, ഒന്നും പറയാനില്ല. ആ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സും ആ ഒരു സ്വഭാവവും ആ ഒരു ഷോ ഓഫ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ചില സമയം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇടണ കാണാം ഒരാവശ്യമില്ലാണ്ട്. മൂപ്പരാള് എന്താണ് അവിടുന്ന് എന്തോ ഓറഞ്ച് അടിച്ചു മാറ്റി കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാനവാസും എന്തൊക്കെ അടിച്ചു മാറ്റി കഴിച്ചിട്ടുണ്ട്. ആരെയും ഇവിടെ കുറ്റം പറയാനോ കള്ളെന്ന് വിളിക്കാനുള്ളൊരു ഇതില്ല, ഫ്രീഡം അല്ലേ. കാരണം എല്ലാവരും ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റി ആ വീട്ടിൽ തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് ഓവർ ഷോ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അൻവർ വേഴ്സസ് ഷാനവാസ് ക്ലാഷ് വന്നു. നോട്ട് നീഡഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് അതൊരു വലിയൊരു ക്ലാഷിലോട്ട് പോയി, ജസ്റ്റ് ഫിസിക്കൽ അസോൾട്ടിലോട്ടൊക്കെ വരെ പോകേണ്ട ഒരു സാധനമായിരുന്നു. ബട്ട് ദേ കൺട്രോൾ ദൻസെൽഫ്. ചെറുതായിട്ട് ബോഡി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസ് അക്ബറിന് മേലെ തട്ടിയെങ്കിലും അത് വലിയൊരു അടിയിലോട്ട് മാറില്ല. ഷാനവാസ് ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അക്ബറിന്റെ പിന്നിൽ അപ്പാനി ശരത്ത് ഉണ്ട്. സോ അപ്പാനി ശരത്തും അക്ബറും ഒരേ ടീമാണ്. ദേ മേക്ക് ടാക്ടിക്സ് പ്ലാൻസ് ഒരുമിച്ചിട്ട്. പക്ഷെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അതിനെ എന്താ പറയുക, അതും കുറ്റം പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് 100 days സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ഒരാളൊക്കെ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ. സോ എവരി വൺ വിൽ ഹാവ് ഡിഫറെൻറ്റ് ടാക്ടിക്സ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും അപ്പാനി ശരത്തും ആഫ്റ്റർ 1 or 2 days ആയിട്ട് ഷാനവാസ് ആൻഡ് അപ്പാനി ശരത്ത് എന്തോ നടക്കുന്നുണ്ട്. അപ്പാനി ശരത്ത് ശരിക്കും സ്കേഡാണ്. എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട് അപ്പാനി ശരത്ത്. എന്താ റീസൺ? ഞാൻ കഴിഞ്ഞ ഒന്നുകൂടി എപ്പിസോഡിലൊക്കെ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്ത് കണ്ടു നോക്കി, ഒന്നും മനസ്സിലാവുന്നില്ല. സംതിങ് ഈസ് കുക്കിംഗ് ബിറ്റ്വീൻ ഷാനവാസ് ആൻഡ് അപ്പാനി ശരത്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പാനി ശരത്ത് ഷാനവാസിന്റെ പിന്നിൽ നടന്നിങ്ങനെ സോറി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ കാര്യമായിട്ട് അപ്പാനി ശരത് ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബിലോ ഇൻ മൈ കമൻറ്റ് ബോക്സ്. അത് കഴിഞ്ഞ് നേരെ പോയത് പിന്നെ ഒരു കാര്യം പിന്നെയും പറയുന്നത് രേണു സുധി. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഷീ സ്റ്റിൽ ഇൻ ദി ദിസ് കോമ്പറ്റീഷൻ. ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, ഒന്നിലോട്ടുമില്ല. സ്റ്റിൽ ഫീൽ ബാഡ് ഫോർ ജിൻസി, കഴിഞ്ഞ വീക്കിൽ എലിമിനേറ്റ് ആയത്. പിന്നെ നേരെ പോയത് പണിപ്പുറ ടാസ്കിലാണ്. പണിപ്പുറയിൽ 2 ടാസ്കാണ് നടന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം യോർ യക്ക് ടാസ്ക്, പിന്നെ എനിമൽ മാസ്ക്. എം യോർ യക്ക് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ടീം എ ടീം ബി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ടീം എയില് അപ്പാനി ശരത്തും ഷാനവാസ്, ഒനീൽ, നൂറ, പിന്നെ പിന്നെ ജിസയിലൊക്കെ ഉണ്ട്. ടീം എയിൽ എനിക്ക് തോന്നുന്നത് ടീം എ ബിന്നിയുണ്ട് ടീം എയിൽ. ടീം ബിയിലുള്ളത് അക്ബർ, ആര്യൻ,
ഏഹ് ആദില, അനുമോൾ, ഷാരിക KP, നെവിൻ, ഇവരൊക്കെയാണ് രണ്ട് രണ്ട് ടാസ്കിലും വിജയിച്ചത് ടീം എ ആണ്. അത്യാവശ്യം നല്ല കിടിലം പ്ലേ ആയിരുന്നു ടീം എൻ്റെ. ഫസ്റ്റത്തെ ഇതിൽ ഫുഡ് കൊടുത്തു വെച്ചിട്ട് 2 ടൈപ്പ് ഓഫ് ടേസ്റ്റിംഗ് ഉണ്ട്, എം ഓർ യക്ക്. അത് നല്ലതാണെങ്കിൽ എം, നല്ലതല്ലെങ്കിൽ യക്ക്, അത് ഐഡന്റിഫൈ ചെയ്യുക. സോ ആദ്യത്തെ 500 പോയിന്റ് 6-2 എന്നതിലാണ് ഫസ്റ്റത്തെ ഗെയിം ടീം എ ജയിച്ചത്. അവർക്ക് 500 പോയിന്റ് കിട്ടി. അതിൽ അവർ നോമിനേറ്റ് ചെയ്തത് പണിപ്പുറയിലോട്ട് പോകാനുള്ളത് ജിസേലിനെയായിരുന്നു. സെക്കൻഡ് എനിമൽ മാസ്ക്, അത്യാവശ്യം നല്ലൊരു, റിയലി ഐ ലവ് ദ ഗെയിം. ആ ടാസ്ക് കൊള്ളാമായിരുന്നു, വളരെ എന്റർടൈനിങ് ആയിരുന്നു. അതിൽ അവർ ജയിച്ചു. 4-2 ടീം എ തന്നെ ജയിച്ചു. ഷാനവാസ്, പിന്നെ അപ്പാനി ശരത്, ജിസേൽ, നൂറ, ബിന്നിയുള്ള ടീമിന്റെ. അപ്പൊ അതില് അവർക്ക് പിന്നെയും 500 പോയിന്റ് കിട്ടി. പണിപ്പൂരയിലോട്ട് അവർ നോമിനേറ്റ് ചെയ്തത് ബിന്നിനെ ആയിരുന്നു. പിന്നെ അപ്പാനി ഷാനവാസ് കിടന്ന് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ജിസേൽ ആൻഡ് ഓൾ. ഷാനവാസ് എന്തൊക്കെ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, കമ്മിങ് ഡേയ്സ് വി വിൽ നോ എന്താണ് അപ്പാനി ശരത് ആൻഡ് ഷാനവാസ് ഹാസ് എന്താണ് ശരിക്കുള്ള ഇഷ്യൂ എന്ന്. പിന്നെ ഷാനവാസിന് എന്തായാലും അക്ബറിന് ഇഷ്ടമല്ല, അത് എന്തായാലും അത് എന്താണ് ഇതിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. വിൽ സി. റണ ഫാത്തിമ ഒന്നും ഇപ്പോഴും ഗെയിമിങ്ങിന്റെ ഒരു രീതിയിലോട്ട് വന്നിട്ടില്ല. കുറച്ചും കൂടി എന്താണ് ഒരു ഗെയിമിംഗ് മെന്റാലിറ്റിയിലോട്ട് വരണം. അത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ഗെയിമറിലോട്ട് റണ ഫാത്തിമ മാറണം. പിന്നെന്താണ് ജിസേൽ നല്ലൊരു ഗെയിമർ. ഇന്നത്തെ ഒരു ഗെയിമിംഗ് ടാസ്കിൽ ആര്യൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി തോന്നി. ക്യാപ്റ്റനാണ്, എന്നിട്ട് ലയൺ തന്നെ എനിമൽ മാസ്കിൽ സ്വന്തം ലയണായിട്ട് തന്നെ മൂപ്പരാൾ ഇതാക്കി. അത് ഈസി ആയിരുന്നു ആൾക്കാർക്ക് അത് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആര്യൻ ഇന്നത്തെ 2 ടാസ്കിലും. സോ പണിപ്പുരയിൽ കയറാൻ നോമിനേറ്റ് ചെയ്തത് ടീം എ വിൻ ചെയ്തു. അവർ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ബിന്നിനെയാണ്. സോ തേഴ്സ്ഡേ ആയിരിക്കും പണിപ്പുര ഓപ്പൺ ആവുക. അതുവരെ 5 ടാസ്ക് ഉണ്ടാവും, 2 കംപ്ലീറ്റഡ്. ഇപ്പോൾ ഓൾറെഡി 1000 പോയിന്റ്സ് ടീം എ ഹാസ്. സോ ദിസ് ഈസ് എ ക്യൂക്ക് റാപ്പ് അപ്പ്. സോ ഡേ 15 എനിക്ക് ഇന്നലെ വരാൻ പറ്റിയിട്ടില്ല. ഐ വാസ് ക്വൈറ്റ് ബിസി. ഐ ഹാഡ് ഫ്യൂ പ്രിപ്പറേഷൻസ് ഇൻ കമ്മിങ് എക്സാംസ്. സോ ഐ വാസ് പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാംസ് ആൻഡ് ഓൾ. അതുകൊണ്ട് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും ഡേ 15 നടന്നിട്ടില്ല. മെയിനായിട്ട് കറക്ചൽ തന്നെയായിരുന്നു. ഡേ 15 ഈസ് കോൾഡ് ആസ് എ കറക്ചൽ ഡേ. ആദ്യം അനുമോൾ, പിന്നെ കലാഭവൻ ഷാരിക. നോമിനേഷൻസ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. അനീഷ് രക്ഷപ്പെട്ടു യെറ്റ് അഗെയിൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രേണു സുദീപ് പിന്നെയും നോമിനേഷൻ ഇല്ല. സോ ഈ ഒരു സീസൺ 7ലും അഗെയിൻ സേഫ് ഗെയിമേഴ്സ് ഈസ് ഗോയിങ് വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിക്ടർ ബാണ്ട്.